ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ചൈനക്കാരുടെ ഇടയിൽ പ്രസിദ്ധമായിരുന്ന ഒരു കഥയുണ്ട്. ഒരിടത്ത് ഒരു കർഷകൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് ഒരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. താൻ ഒരു കുതിരയെ വളരെ ഓമനിച്ചു വളർത്തിയിരുന്നു. ഒരു ദിവസം കുതിര അതിന്റെ ലയത്തിൽ നിന്ന് കെട്ട് പൊട്ടിച്ച് മലയിലേക്ക് ഓടിപ്പോയി. ഇതറിഞ്ഞ് അയൽവാസികളായ ധാരാളം ആളുകൾ തൻ്റെ വീട്ടിൽ വന്ന് തന്നോട് പറഞ്ഞു, എന്തൊരു നിർഭാഗ്യം. ഇത് കേട്ടപ്പോൾ കർഷകൻ അവരോട് ചോദിച്ചു, നിർഭാഗ്യമെന്ന് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? അന്ന് വൈകിട്ട് തീറ്റി തിന്നുന്നതിനും വെള്ളം കുടിക്കുന്നതിനും ആയ സമയമായപ്പോൾ കുതിര മടങ്ങി വന്നു. കുതിര മടങ്ങി വന്നപ്പോൾ കുതിരയോട് കൂടെ 12 കാട്ടുകുതിരകളും ഉണ്ടായിരുന്നു. അവ ഓടിപ്പോകാതിരിക്കാനായി മകൻ പെട്ടെന്ന് ചെന്ന് ലയത്തിന്റെ ഗേറ്റ് അടച്ചു. ഒരു കുതിരയെ നഷ്ടമായല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് 12 കുതിരകളെ അധികമായി ലഭിച്ചത്. ഈ സംഭവം അറിഞ്ഞ് ധാരാളം അയൽക്കാർ ഓടി വന്ന അത്ഭുതത്തോടെ അദ്ദേഹത്തോട് പറഞ്ഞു, എന്തൊരു ഭാഗ്യം. അപ്പോഴും വൃദ്ധനായ കർഷകൻ ശാന്തനായി അവരോട് പറഞ്ഞു, ഭാഗ്യമെന്ന് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് മകൻ കാട്ടുകുതിരകളിൽ ഒന്നിനെ മെരുക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ പുറത്തുനിന്ന് തെറിച്ചു വീണ് കാലൊടിഞ്ഞു. ഇതറിഞ്ഞ് അയൽക്കാർ വീണ്ടും ആ വീട്ടിൽ വന്ന് സഹതാപപൂർവം അദ്ദേഹത്തോട് പറഞ്ഞു, എന്തൊരു നിർഭാഗ്യവാനാണ് താങ്കൾ. ബുദ്ധിമാനായ കർഷകൻ വീണ്ടും അതിന് മറുപടി പറഞ്ഞു, ഇത് നിർഭാഗ്യമായി പോയി എന്ന് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? ചില ദിവസങ്ങൾക്ക് ശേഷം രാജ്യത്ത് ഒരു യുദ്ധമുണ്ടായി. യുദ്ധത്തിലേക്ക് ആ ഗ്രാമത്തിലെ മുഴുവൻ ചെറുപ്പക്കാരെയും ഉദ്യോഗസ്ഥർ കടന്നു വന്ന് തെരഞ്ഞു പിടിച്ചു കൊണ്ടുപോയി. ആരോഗ്യമുള്ള എല്ലാ ചെറുപ്പക്കാരും നിർബന്ധമായി സൈന്യ സേവനത്തിൽ പ്രവർത്തിക്കേണ്ടത് ആവശ്യമായി വന്നു. കർഷകന്റെ വീട്ടിലും സൈന്യ സേവനത്തിലേക്ക് നിർബന്ധിച്ച് ആളുകളെ എടുക്കുവാൻ വേണ്ടി ഉദ്യോഗസ്ഥർ കടന്നു വന്നു. എന്നാൽ കൃഷിക്കാരന്റെ മകൻ കാലൊടിഞ്ഞ് കിടക്കുന്നതിനാൽ അവന് യുദ്ധസേവനത്തിന് പോകേണ്ടി വന്നില്ല. അപ്രാവശ്യം യുദ്ധത്തിനു വേണ്ടി കടന്നുപോയ ചെറുപ്പക്കാർ ആരും തന്നെ തിരിച്ചു വന്നില്ല. കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിനെ നേരിടുന്ന അനർത്ഥത്തിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ടായിരിക്കും. ചിലപ്പോൾ അത് ഇഹലോക ജീവിതത്തിൽ വെളിപ്പെട്ടു എന്ന് വരില്ല. അപ്പോഴും കണ്ണീരോടുകൂടെ നമുക്ക് പറയുവാൻ കഴിയും, എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും സംഭവിക്കുവാൻ ദൈവം അനുവദിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. സകല കാര്യങ്ങളും അവൻ അറിഞ്ഞാണ് ചെയ്യുന്നത്. ആത്യന്തികമായി അവയെല്ലാം എൻ്റെ ജീവിതത്തിൽ നന്മയാക്കി മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കുന്ന ഏത് കാർമേഘങ്ങൾക്ക് പിന്നിലും ദൈവം ഒരു മഴവില്ലുകൂടെ അയക്കുന്നവനാണ്. വളരെ പ്രയാസകരമായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ അതിൻ്റെ അന്ത്യഫലത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പലപ്പോഴും നമുക്കുണ്ടാകണമെന്നില്ല. ആസന്നമായ പ്രതികൂല അനുഭവങ്ങൾ നിരാശജനകമായി നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ഭാവിയിൽ അവ നാം പ്രതീക്ഷിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അപ്പുറമായ അനുഗ്രഹത്തിലേക്ക് നടന്നു കയറുവാനുള്ള ചവിട്ടുപടികളായി ദൈവം രൂപാന്തരപ്പെടുത്തുന്നതാണ്. വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ സകലവും നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നു എന്നാണ്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ പ്രത്യേക ലക്ഷ്യമുണ്ടെന്ന് മനസ്സിലാക്കി ദൈവം മുമ്പാകെ സമർപ്പിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചാൽ എല്ലാറ്റിനെയും നന്മയാക്കി മാറ്റുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.